ഹായ് ഹലോ വെൽക്കം ടു മാളു സ്പീക്കിംഗ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയിൽ ഒരു മാരേജ് ഉണ്ട്. എൻ്റെ ആൻറ്റിയുടെ സിസ്റ്ററിൻ്റെ മാരേജാണ്. അപ്പോൾ മാരേജ് വ്ളോഗാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വിശേഷങ്ങളിലേക്ക് കടക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിന് ശേഷം വീഡിയോ മുന്നോട്ട് കാണാൻ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആകുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫുൾ സൈസ് ഇത് കാണിക്കാം. ഇതെൻ്റെ ഏട്ടൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ എടുത്താണ് കേട്ടോ. ഏകദേശം 1 വർഷം കഴിഞ്ഞു ഞാൻ ഈ സാരി എടുത്തിട്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഞാനിത് ഉടുക്കുന്നത്. ബ്ലൗസൊക്കെ നല്ല ഗ്രാൻഡായിട്ട് വർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാം. ഞാനിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അവിടെ പോയതിന് ശേഷം കാണാം. അങ്ങനെ രാവിലെ ഒരു 5:30 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. രാവിലെ 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കുളിച്ച് ഫ്രഷായി. കാരണം നേരത്തെയാണ് സ്വീകരണം. അപ്പോൾ സ്വീകരണത്തിന് മുന്നേ എത്താൻ കണക്കാക്കിയിട്ടും നമുക്ക് എന്ത് പറയാനാണ് പതിയെ പോകണം എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി. ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. നമ്മൾ ക്യാബായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ തലയിൽ വെക്കാനായിട്ട് പൂ വാങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. പോകുന്ന വഴി വാങ്ങാമെന്ന് വിചാരിച്ചു. ഒരുപാട് കടകളിൽ നോക്കി. അന്ന് നല്ല കല്യാണങ്ങളുള്ള ദിവസം ആയതുകൊണ്ടും സൺഡേ ഒക്കെ ആയതുകൊണ്ടും നല്ല റഷ് ദിവസം ആയതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു കിട്ടാനായിട്ട്. പിന്നെ അവസാനം ഒരു കടയിൽ നിന്ന് കിട്ടി. അത്ര ഫ്രഷ് ഒന്നല്ല, എന്നാലും പൂ വേണം എന്നുള്ളതുകൊണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വർഷങ്ങൾക്ക് മുന്നേ ഏകദേശം ഒരു 15 വർഷങ്ങൾക്ക് മുന്നേ ഈ വഴിയിലൂടെ ഈ സെയിം ഓഡിറ്റോറിയത്തിൽ ഞാൻ വന്നിട്ടുണ്ട്. എൻ്റെ മാമൻ്റെ ആൻറ്റിയുടെയും കല്യാണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ആൻറ്റിയുടെ സിസ്റ്ററിൻ്റെ മാരേജാണ് ഈ സെയിം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മണ്ഡപത്തിൽ അലങ്കാരപ്പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും അവസാനം നമ്മുടെ വീട്ടുകാരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ബ്രൈഡ് റെഡി ആയിട്ടുണ്ട്. ബ്രൈഡൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും നമ്മൾ ഫാമിലി ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇനി ആൾ വന്നു കഴിഞ്ഞാൽ തിരക്ക് കൂടുമ്പോൾ എല്ലാവരും ബിസിയാവും. ബ്രൈഡിനെ കാണാനായിട്ട് ഒരുപാട് പേര് വരും. അപ്പം അങ്ങനെ നമ്മൾ എല്ലാവരും ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പുറത്തോട്ട് ചായ, കടി, ഫ്രഷ് ജ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ റിലേറ്റീവ്സ് ഓരോരുത്തരായിട്ട് വന്നു. അങ്ങനെ നമ്മുടെ നിവാൻ ബേബിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ മോനാണ്. പിന്നെ ഉഴുന്നുവട, പിന്നെ വാഴയ്ക്കപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഊണിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കുറച്ച് പരിപ്പ് വട ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ ഈ ചായ കടിയൊക്കെ ഭയങ്കര ക്രേവിങ്സ് ആണ്. അപ്പം അങ്ങനെ ചായയും കടിയൊക്കെ ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഗ്രൂം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സ്വീകരണത്തിൻ്റെ സമയമാണ് കേട്ടോ ഇനി. എവിടെയാണ് ഇരിക്കുന്നത്? സ്വീകരണമൊക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡൊക്കെ ആയിട്ടുണ്ട്. മുഹൂർത്തം അടുക്കുന്ന സമയമായി. ഇപ്പോൾ മണ്ഡപത്തിന് വലം വയ്ക്കുന്ന ചടങ്ങൊക്കെയാണ് നടക്കുന്നത്. ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ടിൽ ഇരുന്നാലേ നമുക്ക് കല്യാണം നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഒരുപാട് വർഷത്തിന് ശേഷമാണ് നമുക്കിങ്ങനെ മണ്ഡപത്തിലേക്ക് പൂ ഇടാനായിട്ട് നമുക്ക് ഈ പൂ കയ്യിൽ കിട്ടുന്നത്. സാധാരണ ഈ ഫ്രണ്ടിലിരിക്കുന്നവർക്ക് മാത്രമേ തരത്തുള്ളൂ. ബാക്കിലോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടത്തില്ല. അതാണ് മെയിൻ കാരണം. അപ്പോൾ അങ്ങനെ അത് കിട്ടിയ സന്തോഷത്തിലായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ കുട്ടിക്കാലം ഓർത്തൊരു ടൈമായിരുന്നു. ഞാൻ ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. ഏത് കല്യാണത്തിന് പോയാലും പോയി എന്താ പറയുക പൂ ഇടാനായിട്ട് കുറച്ച് പൂ അവിടെ ഉള്ളവരുടെ അടുത്ത് നിന്ന് ചോദിച്ച് വാങ്ങിച്ചൊക്കെ ചെയ്യുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു.
അങ്ങനെ കെട്ട് കഴിഞ്ഞു ആദ്യത്തെ പന്തിയിൽ തന്നെ സദ്യ കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് സദ്യ പ്രഗ്നൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ എപ്പോഴായിരുന്നാലും എനിക്ക് സദ്യ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഭ്രാന്ത് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യയിൽ കഴിക്കാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് അവസാനം നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. നമുക്ക് സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയാം ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം പരിപ്പ് വന്നു, പരിപ്പിൻ്റെ കൂടെ നെയ്യ് വന്നു, അത് പൊട്ടിച്ച് കഴിച്ചു. പിന്നെ സാമ്പാർ വന്നു, അടപ്പായസം വന്നു, കടലപ്പായസം വന്നു, പിന്നെ ബോളിയും അരിപ്പായസം വന്നിട്ടുണ്ടായിരുന്നു. എനിക്കിതൊന്നുമല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് അവസാനം ഈ പായസത്തിൻ്റെ മധുരത്തിൻ്റെ കൂടെ ആ പുളിയുള്ള രസവും മോരൊക്കെ കുടിക്കുന്നതാണ് കേട്ടോ. സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം അമ്മയുടെ കസിൻ സിസ്റ്ററും എൻ്റെ ബ്രദറും ഞാനൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് ഞാൻ അകത്തേക്ക് വന്നോട്ടെ. എനിക്കിപ്പോൾ തീരെ ചൂട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നല്ല വെയിലും ഉണ്ടായിരുന്നു. നല്ല കാറ്റ് കിട്ടുന്ന ഒരു സ്പോട്ട് നോക്കിയിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു കേട്ടോ. നല്ല ആശ്വാസമായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് എല്ലാ മണ്ഡപത്തിലെ വിശേഷങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും വന്നു. അങ്ങനെ അവരുമായിട്ട് ഒരുപാട് നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. പാലും പഴമൊക്കെ കൊടുത്തതിന് ശേഷം ബ്രൈഡ് സാരി ചേഞ്ച് ചെയ്യാനായിട്ട് പോയി. അടുത്ത സാരി ഉടുത്തിട്ടാണല്ലോ, സെറ്റ് മുണ്ടൊക്കെ ഉടുത്തിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അവരങ്ങനെ ഫോട്ടോഷൂട്ടിനൊക്കെ പോയി. ആ സമയത്ത് നമ്മളെല്ലാവരും നല്ലതായിട്ട് ചില്ല് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഞാനിപ്പോൾ കാലിൻ്റെ സ്വെല്ലിംഗ് ഒക്കെ ഒഴിവാക്കാനായിട്ട് മാക്സിമം കാല് തൂക്കിയിട്ടിട്ട് ഇരിക്കാറില്ല. ഇതുപോലെ നിവർത്തി വെച്ചു. കുറച്ച് തിരക്കൊക്കെ മാറിയ സമയത്ത് ഞാനിങ്ങനെ കാല് നീട്ടി വെച്ചിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ട്, പൊക്കി വെച്ചിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതങ്ങനെയൊക്കെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ഈ കാലിലെ സ്വെല്ലിംഗ് ഒഴിവാക്കാനായിട്ട് പറ്റും. എന്തായാലും അത് വരും, സ്വെല്ലിംഗ് എന്തായാലും വരും. പക്ഷെ നമുക്കത് മാക്സിമം നമുക്കത് ഒഴിവാക്കാനായിട്ട് പറ്റും. കുറച്ച് സമയത്തേക്ക് മാത്രം വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ബ്രൈഡിൻ്റെ സെക്കൻഡ് കോസ്റ്റ്യൂം നിങ്ങളിപ്പോൾ കണ്ടു. ഇതാണ് തേർഡ് കോസ്റ്റ്യൂമായിട്ട് വരുന്നത്. അപ്പോൾ പുള്ളിക്കാരി ഇറങ്ങാനായിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ടുള്ളൊരു രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് എല്ലാവരും ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവർ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ രണ്ടുപേർക്കും ഹാർട്ടി കൺഗ്രാജുലേഷൻസ് അല്ലെങ്കിൽ ബെസ്റ്റ് വിഷസ് ഫോർ ദ ന്യൂ ബിഗിനിങ് എന്ന് പറയാം. അങ്ങനെ നമ്മളും ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പുറപ്പാടാണ് കേട്ടോ. വണ്ടി കിട്ടാൻ ഭയങ്കര പാടായിരുന്നു, യൂബർ കിട്ടാനായിട്ട്. ഇൻ്റർസിറ്റി ആയിരുന്നു, അതുകൊണ്ട് സിറ്റിക്ക് പുറത്തായതുകൊണ്ട് യൂബർ കിട്ടാൻ പാടായിരുന്നു. അങ്ങനെ അവസാനം നമുക്ക് കിട്ടി. ബുക്ക് ചെയ്ത ഒരു അരമണിക്കൂർ കൂടുതലായി ആൾ വന്നപ്പോൾ. അങ്ങനെ നമ്മുടെ ക്യാബൊക്കെ വന്നു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ട തത്രപ്പാടിലാണ്. അങ്ങനെ നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്തൊരു കിടിലൻ വ്ളോഗായിട്ട് കാണുന്നത്. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.